കുവൈത്തിലെ ഏറ്റവും വലിയ പള്ളിയായ മസ്ജിദുൽ കബീറിൽ ഇന്ന് സുന്നി ഷിയ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംയുക്ത ജുമ്മ നമസ്കാരം നടന്നു. അമീർ, കീടാവകാശി, പാർലമെന്റ് സ്പീക്കർ മുതലായ ഇരു വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത പ്രാർത്ഥനയ്ക്ക് കനത്ത സുരക്ഷാ നടപടികളാണ് ഏർപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനിടെ ഭീകരാക്രമണം നടന്ന സാഹചര്യത്തിലാണ് കുവൈത്ത് ചരിത്രത്തിൽ ആദ്യമായി ഇരു വിഭാഗങ്ങൾ പങ്കെടുത്ത ജുമാ നമസ്കാരം നടന്നത്. സുന്നി വിഭാഗത്തിന്റെ ആരാധനാക്രമങ്ങൾ തുടർന്നു വരുന്ന മസ്ജിദുൽ കബീറിൽ വെച്ചാണ് സംയുക്ത പ്രാർത്ഥന നടത്തിയത്. ഇതിനായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പള്ളിയിൽ ഏർപ്പെടുത്തിയത്. അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് സഭ, കിരീടാവകാശി ഷെയ്ഖ് നവാഫുൽ അഹമ്മദ് സഭ, പാർലമെന്റ് സ്പീക്കർ മർജി ഖൽഖാനം തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. കൂടാതെ ഇരു വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പാർലമെന്റ് അംഗങ്ങളും പൗരപ്രമുഖരും അടക്കം പതിനായിരങ്ങളാണ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെത്തിയത്. ഇരു വിഭാഗത്തിന്റെയും കുതുബ പ്രഭാഷണവും നടന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുവാനും സുന്നി ഷിയ വിഭാഗീയത മറന്നുകൊണ്ട് രാജ്യ താൽപര്യങ്ങൾ മുൻനിർത്തി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നു കുതുബ പ്രഭാഷണം. ഇതിലൂടെ രാജ്യത്തെ മറ്റു പള്ളികളിലും കനത്ത സുരക്ഷാ മുൻകരുതലോടുകൂടിയാണ് ജുമാ നമസ്കാരം നടന്നത്. പള്ളികൾ മറിയാക്കി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയാൻ ഒട്ടേറെ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി റമദാനിലെ അവസാന പത്തിൽ നടക്കുന്ന പള്ളികളിലെ ഭജനമൊരുക്കൽ കർമ്മത്തിന് മതകാര്യ മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്മായിൽ തയ്യലി, റിപ്പോർട്ടർ, കുവൈത്ത്.